ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്ന്? 1972 ജൂൺ 5 ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് എന്നാണ്? 1974 ജൂൺ 5. ആദ്യത്തെ, അതായത് 1974 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഒരു ഭൂമി മാത്രം, ഓൺലി വൺ എർത്ത് എന്നതായിരുന്നു 1974 ലോക പരിസ്ഥിതി ദിന സന്ദേശം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കഴ്സൺ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? റേച്ചൽ കഴ്സൺ. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1986. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമം ഏതായിരുന്നു? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാന UN സമ്മേളനം നടന്ന വർഷം ഏത്? എവിടെ വെച്ചായിരുന്നു സമ്മേളനം? 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വച്ച്. ഈ സമ്മേളനം സ്റ്റോക്ക്ഹോം സമ്മേളനം എന്ന പേരിൽ അറിയപ്പെടുന്നു. നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഗ്പൂർ, മഹാരാഷ്ട്ര. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രൊഫസർ R. മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധാ പട്കർ. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഏഴിമല. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജോൺ C. ജേക്കബ്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? 1966. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മസനോബു ഫുക്കുവോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? യൂജിൻ P. ഓഡ്. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. പരിസ്ഥിതി സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന UN ഏജൻസി ഏത്? UNEP. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര്? ഏണസ്റ്റ് ഹെയ്ക്കൻ. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി.
വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. വരയാടുകളുടെ സംരക്ഷണത്തിന് പേരുകേട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഇരവികുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏത്? കാസർഗോഡ്. 2021 പരിസ്ഥിതി ദിന ആതിഥേയ രാജ്യം ഏത്? പാകിസ്ഥാൻ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? മണ്ണിര. വനഭൂമി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഏത്? 1952. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങൾ. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഏലം. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? പെഡോളജി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? നെയ്യാർ. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ജൈവമണ്ഡലം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? വേപ്പ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? കുരുമുളക്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ആമസോൺ കാടുകൾ. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി ഏത്? ബോൺസായ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? KM മുൻഷി. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? മൃണാളിനി സാരാഭായ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ.
മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്ത്? കാവുകൾ.